തിരികെ പോകുന്ന ആളുകളൊക്കെ അറസ്റ്റ് ചെയ്യണമെന്നാണ് DCP പറയുന്നത്. എന്താ കാരണം എന്നറിയില്ല. അവർ പറയുന്നത് നിങ്ങൾ ആ പ്രകടനത്തിലുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതിൽ ഞങ്ങൾ എവിടെയാണ്? ഞങ്ങൾ ഈ ഉൾപ്പെടെ ഇവിടെ ഇരിക്കുന്ന ആളുകൾ ആരും അതിൽ പങ്കെടുത്തിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായത് പോലും ഞങ്ങൾ അറിയില്ല. ഞങ്ങളെല്ലാം അവിടെ പിണറായിയുടെ വീട്ടിലേക്ക് ഉള്ളിലായിരുന്നു. ആ ആളുകളെ പോലും അറസ്റ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. ആരെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് മനസ്സിലായിട്ടില്ല. കിട്ടിയ ആളുകളെ പിടിച്ചുകൊണ്ടാണ് DCP ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതെ, കിട്ടിയ ആളുകളെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള നിലപാടിലാണ്. 2 പേരെ കൊണ്ടുപോയതാണ് കണ്ടത്. SFI DYFI പ്രവർത്തകർ എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. അല്ല, എന്തിനാണ് അറസ്റ്റ് എന്ന് അവർ പറയണല്ലോ. എന്തിനാണ് അറസ്റ്റ്, ഞങ്ങൾ എന്താ ചെയ്തതെന്ന് അവർ പറയണല്ലോ. ഞങ്ങളെ പ്രകടനമായി പോവുകയാണ്, ഇവിടെ നിന്ന് ഡിസോൾവ് ചെയ്യാണ്. ഇവർ അനാവശ്യമായി കുട്ടികളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തുകയാണ്. അതിനെന്തായാലും അനുവദിക്കാൻ കഴിയില്ല, അത് അംഗീകരിക്കില്ല. എന്താ കാരണം എന്ന് പറയണല്ലോ, എന്താ ചെയ്തതെന്ന് പറയണല്ലോ. ഈ വാഹനം തകർത്ത ആ കൂട്ടത്തിൽ SFIയുടെ പ്രവർത്തകർ ഇല്ലായിരുന്നു. ആ കൂട്ടത്തിൽ ഒരാൾ പോലും SFIക്കാരായിട്ട് ഞങ്ങൾ കണ്ടിട്ടില്ല. വാഹനം തകർത്തത് മറ്റു വിഷ്വൽ പോലും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞങ്ങൾ CMന്റെ വീട്ടിന്റെ നിരപരാധികളെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള ശ്രമമാണ് പോലീസ്. അതെ, അത് അംഗീകരിക്കാൻ കഴിയില്ല, അത് അംഗീകരിക്കാൻ കഴിയില്ല. ഈ പ്രതിഷേധം ഇവർ ഒറ്റയ്ക്ക് ഒരാളെ കിട്ടിയാൽ അവരെ അറസ്റ്റ് ചെയ്യേണ്ട പരിപാടിയാണ്. അതിന് ഈ കുട്ടികളെ വിട്ടുകൊടുക്കാൻ കഴിയില്ല. ഈ കുട്ടികളെ നേരെ കൊണ്ടുപോയി ഈ കുട്ടികളെ സുരക്ഷിതമായ ഇടത്തേക്ക് എത്തിക്കുന്നവരെ ഈ പ്രകടനം പോയിട്ട് അവിടെ അവസാനിക്കും. അതെ, സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്കാണ് പോകുന്നത്. ബാക്കി അവരെവിടേക്കാ കൊണ്ടുപോയിരിക്കുന്നത്, എവിടേക്ക് അവരെ കൊണ്ടുപോയിരിക്കുന്നത് പറഞ്ഞിട്ട് അറിയില്ല. Okay. Yeah, we will verify. Otherwise, but why are you taking everyone in custody? For what? I was there. അറസ്റ്റ് ചെയ്യാൻ വേണം പോലും. ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, ഞങ്ങൾ ആ വാടക വീട്ടിന്റെ ഉള്ളിലേക്ക് പോയി അവിടെ പിണറായിയുടെ സ്റ്റേറ്റ്മെന്റ് കേൾക്കുന്ന ഞങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊക്കെ എന്നെ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്യണം പോലും. ഇപ്പൊ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ അൺലോഫുൾ അസംബ്ലിക്ക് നിങ്ങൾ കാരണമാണ്, വലിയ പ്രശ്നം ഉണ്ടായി. നോക്കൂ, കേരളത്തിലെ ആഭ്യന്തരമന്ത്രിയും സന്നാഹവും അറിയാതെ നടന്നിട്ടുള്ളതാണ്. എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല. അത് അവരാണ് ആൻസർ ചെയ്യേണ്ടത്. അല്ല, ഞങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്താണ് അറസ്റ്റ് ചെയ്യുന്നത്? അല്ല, ഞങ്ങൾ ഉള്ള ആളുകളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയായിരുന്നില്ല സ്റ്റാൻഡ്. ഓരോരുത്തരെയും ഒറ്റ തിരിഞ്ഞ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനായിരുന്നു പോലീസ് പ്ലാൻ. അതുകൊണ്ടാണ് ആ പ്രകടനമായി അതെ അവരെ മുഴുവൻ ഇങ്ങോട്ടേക്കും മാറ്റുക. അതുകൊണ്ടാണ് അനാവശ്യമായിട്ടുള്ള ഒരു പ്രശ്നം ഇപ്പൊ നിലവിൽ നിൽക്കുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് വേണ്ട വിധത്തിൽ ഇതിനെ കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയപ്പോൾ ഇവർ വലിയ തോതിൽ സംഘർഷം അഴിച്ചുവിട്ട് നമ്മുടെ ആളുകളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. എന്തിനാണ്, അതിന്റെ കാര്യം എന്താണ്, അവർ അന്വേഷിക്കണേ. അല്ല, ഞങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും ശ്രമിക്കുന്നില്ല. ഞങ്ങൾ ഇവിടുന്ന് ഡിസോൾവ് ചെയ്യും. ഞങ്ങളെല്ലാവരും അല്ല DYFIയുടെ ബ്ലോക്ക് ഭാരവാഹിയോ മറ്റുമാണ്. അത് പറഞ്ഞില്ല, ആ വഴിയിലൂടെ കടന്നു വരുന്ന ഓരോരുത്തരെയും ഒറ്റ തിരിഞ്ഞു വരുന്ന എന്താ കാരണം എന്ന് പറയണ്ടേ. കാരണം എന്ന് പറയൂ, ഞങ്ങളെ മേലിലെ ചാർജ് എന്താ, ചാർജ് പറയണല്ലോ, ഞങ്ങൾ എന്താ ചെയ്തത്, അതൊക്കെ പറഞ്ഞതിന് ശേഷം ദിലീപ് കുമാർ, അതായത് ഇവർ ഇപ്പൊ ഇക്കാര്യത്തിൽ പറയുന്ന ഒരു പറഞ്ഞത് അങ്ങനെ ഒരു നിർദ്ദേശം വന്നിട്ടില്ല എന്നാണ്. അപ്പൊ ഇല്ലാത്ത നിർദ്ദേശത്തിന് എന്തിനാണ് ഇവർ ഇത്ര കഷ്ടപ്പെടുന്നത്? അങ്ങനെ നിർദ്ദേശം വരികയാണെങ്കിൽ അവർ ചെയ്തോട്ടെ. പക്ഷേ അവരുടെ ചൊരുക്ക് തീർക്കാൻ വിദ്യാർത്ഥികളെ വിട്ടുതരണമെന്ന് ആവശ്യപ്പെട്ടാൽ അതിന് കഴിയില്ല. അത്രേ ഉള്ളൂ. അതിനോട് വേറെ പോലീസിനോട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ അവരുടെ ചൊരുക്ക് തീർക്കാൻ അവരുടെ കയ്യിൽ വന്ന വീഴ്ച ഉടനടി പരിഹരിക്കാൻ ഞങ്ങളുടെ മെക്കിട്ട് കയറിയോണ്ട് കാര്യമില്ല. ഈ കുട്ടികളെ വിട്ടുതരില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.